ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ ഗബ്രി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായമല്ല കേട്ടോ, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് വന്നിട്ട് ചീത്ത വിളിക്കുക. എൻ്റെ അഭിപ്രായമല്ല, അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആരൊക്കെയാണ്, ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പം അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് ജാസ്മിനെയാണ്. അത് നമ്മളെല്ലാം പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ജാസ്മിനെയാണ് ടോപ്പ് 1 വരാൻ സാധ്യതയുള്ള ആദ്യത്തെ. ഇത് ജാസ്മിനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ടോപ്പ് 1 വരാൻ സാധ്യതയുള്ളത് ജാസ്മിനാണെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് സ്ഥാനത്ത് സിജോ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ജാസ്മിനാണ് കപ്പ് ഉയർത്തുക എന്നും ഗബ്രി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, ഗബ്രി പറഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ യൂട്യൂബിലുണ്ട്, എടുത്ത് നോക്കിയാൽ. എന്നിട്ട് നിങ്ങൾ ചീത്ത വിളിക്കുക കേട്ടോ. പിന്നെ മൂന്നാം സ്ഥാനം ജിൻഡോപ്പനെയാണ്. എന്താണെന്നറിയത്തില്ല, ജിൻഡോപ്പനോട് അകത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു ഗബ്രി. ഇറങ്ങിയതിന് ശേഷം ജിൻഡോ ചേട്ടൻ എന്നല്ലാതെ വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഭയങ്കര സ്നേഹമാണ് ജിൻഡോപ്പനോട്. ജിൻഡോപ്പൻ മൂന്നാം സ്ഥാനത്ത് വരുന്നത്. 4ാം സ്ഥാനത്ത് അദ്ദേഹം പറയുന്നത് അപ്സരയുടെ പേരാണ്. അപ്സര നല്ല ഗെയിമാണ്, എപ്പോൾ വേണേലും ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. പിന്നെ മുടിയൻ്റെ പേര്, നമ്മുടെ കൃഷി. ഇത്രയും പേരാണ് നമ്മുടെ ഗബ്രിയുടെ അഭിപ്രായത്തിൽ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, ഗബ്രി പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പം വീഡിയോ പോലും കാണാതെ ആളുകൾ വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്താ പറയുന്നതെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റീപ്ലൈ തരിക. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതിയിടുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രചോദനമാവും നല്ല നല്ല വീഡിയോകൾ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ഈ ചാനലിൽ ഒരു മത്സരാർത്ഥിയെയും പൊക്കി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എല്ലാവരും തുല്യതാണ്. നല്ലവരെ കളിച്ചാൽ ആരാണ് ഞാൻ നല്ലതെന്ന് പറയും. അപ്പം എനിക്കൊരു പാർഷ്യാലിറ്റി ഇല്ല. എനിക്ക് നിങ്ങളിലേക്ക് ഉള്ള നല്ല നല്ല വീഡിയോസ്, ജെന്യുവനായിട്ടുള്ള വീഡിയോസ് എത്തിക്കണം മാത്രം ഉള്ള അഭിപ്രായമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം വിലയിരുത്തുക. അപ്പം കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.